ഗായ്സ് അസ്സലാമു അലൈക്കും. ഐ നോ എൻ്റെ ഫേസിൽ നല്ല എന്താ പറയുക ഡാർക്ക് സർക്കിൾസ് ഉണ്ട് എന്നുള്ളത്. ബിക്കോസ് കുറച്ച് ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ലേറ്റ് നൈറ്റ് ആണ് ഉറക്കം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അൻഷിൻ്റെ വീട്ടിലത്തെ. ഇന്ന് എൻ്റെ വീട്ടുകാരെ നോമ്പർപ്പിക്കലാണ് അൻഷിൻ്റെ വീട്ടിൽ. എനിക്ക് നോമ്പെടുത്തിട്ട് ഈ വെയിലും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് പൈനാപ്പിളും ജ്യൂസ് അടിക്കാനുള്ള എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇതാണ് ഗൈസ്, അവനക്ക് ഗ്ലാസ് ഇതാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മള് പൈനാപ്പിളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ എനിക്ക് ബഡ്ജറ്റ് പോണേനു അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ അതിനിറങ്ങിയതാണ്. ഇന്നത്തെ വീഡിയോ അതാണ്, നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് നമ്മളെ നോമ്പർപ്പിക്കലാണ്. അപ്പൊ സോ വെൽക്കം ബാക്ക് അവർ ന്യൂ വ്ലോഗ്. ഓക്കെ, എന്തൊക്കാ ആയിക്കോട്ടെ. അപ്പൊ 300 എത്ര വാങ്ങി? 5 ഇന്ന് എന്തൊക്കെ നമ്മളെ പെരിയില് നോമ്പ് തുറ. ആരെ? നമ്മുടെ ഫാമിലി. യെസ്, നിങ്ങളെ ഫാമിലി, എന്റെ ഫാമിലി. അങ്ങനെ വണ്ടി കേടായേക്കാം. എന്തോ ഒരു സൗണ്ട്. അഞ്ചാണ് അഞ്ചാണ്. എന്തിനാ സാധനങ്ങൾ മേടിക്കാൻ അതാ പിന്നെ മൂടിട്ടാൻ പറ്റില്ലല്ലോ ബഡ്ജറ്റ്. എത്ര ഷോപ്പ് ചെയ്താലും ലാസ്റ്റ് കിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നു, ഫ്രൂട്ട് സലാഡിനുള്ള ഐസ്ക്രീമും അതും ഇതൊക്കെ. എനിക്ക് ശരിക്കും ഓർമ്മയില്ല എന്തൊക്കെയാണ് വാങ്ങിയാൻ ഇറങ്ങിയത് എന്ന്. കാരണം ഇപ്പം നോമ്പൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായല്ലോ. ആരും എന്നെ ചീത്ത അറിയരുത് കേട്ടോ, എനിക്ക് മടി കാരണമാണ് എഡിറ്റ് ചെയ്തിടാഞ്ഞത്. തൂക്കിരുന്ന മതി, അത് നല്ല തൂക്കിലൊരു റൂം നല്ല മണം ഉണ്ടായി. വേണ്ട അയ്യടി, വേറെ വാങ്ങും. മുല്ലപ്പൂ ഒക്കെയാലോ, ഫ്ലോറൽ ഒരിക്കലും മെൽറ്റ് ആവും. ഞാൻ രാത്രി കൊടുന്നാ പോരെ. ഏത് വലിയ കേട്ടോ, ചെറുതെടുത്തോ. മാഷല്ല മാഷിന്റെ ബോട്ടിൽ അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ലടിച്ച് ഞങ്ങളിതാ വീട്ടിലേക്കുള്ള വൈക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പണ്ട് ഉമ്മിയോലൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അപ്പോക്കിന് അമ്മായികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കിച്ചണിൽ വെജിറ്റബിൾ അരിയണം ഇതിൻ്റെ ഒക്കെ തിരക്കിലാണ്. ഇന്ന് ഇവിടെ എന്തൊക്കെയായിരുന്നു, ബിരിയാണി അങ്ങനെ എന്തൊക്കെയായിരുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന്. ഗായ്സിൻ്റെ കുളി കഴിഞ്ഞു. അൻഷി ജുമ, ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം അൻഷി ജുമ ഒക്കെ പോവാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോത്തിന് പോയി. ഞാൻ കുളിച്ചിറങ്ങിയപ്പോത്തിന് മൂപ്പര് ചുമക്ക് ഓടിക്കണം കേട്ടോ. ലേറ്റ് ആയിക്കണെന്ന് തോന്നുന്നുണ്ട്. കുറേ നേരം അതിന് പറഞ്ഞിരുന്നു പോയിക്കോന്ന്. അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിച്ച് കിട്ടൂല കേട്ടോ ബെഡ് വന്ന്. അങ്ങനെ അപ്പോക്കിന് പോയി. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇടയ്ക്ക് അടുക്കളയിൽ ചെന്നാണ്ട് ഇങ്ങനെ നോക്കും. പിന്നെ സമൂസൻ്റെ ഇതൊക്കെ തിരിച്ച് അങ്ങനെ എന്താ അതിന് പറയാ, സമൂസ റോൾ ചെയ്ത് കൊടുത്തത് ഞാനാണ് കേട്ടോ. ഞാനും നാത്തുമാരൊക്കെ കൂടിയിട്ടാണ്. പിന്നെ ഇത് അൻഷിൻ്റെ താത്താൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ, രണ്ടാമത്തെ താത്താൻ്റെ. അതിൻ്റെ ഇടയിൽ ഞാനും റീനും കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓളെ കുഞ്ഞാമ്മനെ വിളിക്കുന്നത് എനിക്ക് വീഡിയോ കോളിൽ കാണിക്കുകയാണ്. കുഞ്ഞാമ്മ എന്നൊന്നും വ്ളോഗിലിടല്ലേ എന്ന് പറയണേ. ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം, ഓലെ പെട്ടാൾക്ക് പറ്റില്ലല്ലോ. അതെടിയേ വ്ളോഗിക്കാണേ. ഉള്ളിലെന്താ പത്തൊക്കെ മുന്തിരി .5 ഒന്നിനെടുത്താ മതി. ഒന്ന് തന്നെയാണ്.
നോമ്പുണ്ട് വെച്ചാണ്ടേ മുന്തിരി എടുത്തു തിന്നോ മൂന്ന് നോമ്പാ കോടാടുന്നു ഓരോ ടേബിളിൽ ഓരോന്നും ഇങ്ങനെ വെക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ വേദള്ളി കിട്ടോ മുന്തിരി തന്നെയാണ് അനിക്കാക്കാൻ എടുക്കണോ അനിക്കാക്ക ഇത് പത്തൊക്കെ ആ തലക്കിൽ അങ്ങനെ വെച്ചിട്ട് ഒരു സുഖം കിട്ടണില്ല. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോൾ ഞങ്ങൾ ഇതാ ടേബിളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഓല് എത്തിയത് കറക്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ്. കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. മനുഷ്യൻ്റെ വീടും മനുഷ്യൻ്റെ കുഞ്ഞാമാൻ്റെ വീടൊക്കെ തൊട്ടടുത്തടുത്തായതുകൊണ്ട് നമുക്ക് ഒരു വലിയ മിറ്റാണ് കേട്ടോ. എല്ലാവർക്കും കൂടെ അതിൽ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇരിക്കൂ. സപ്പുട്ടനും ഫെബി എന്ത് അല്ല ഇപ്പൊ ആ നോമ്പറന്നോടി ബാബുനും ദിലൂക്ക് അന്നേരം ഷൂട്ടുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് എത്താൻ പറ്റിയത്. അതിനെ കൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. സപ്പോർട്ടിനും ഫെബിയും വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇവലൊക്കെ വന്ന് ബാങ്ക് കൊടുത്തതിന് ശേഷം പറയാണ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് എന്നാ കേറി ഇരിക്ക സപ്പോർട്ട് ഇരിക്ക്. ഫെബി എവിടെ ലീവിന് വെള്ളം കൊടുത്ത ഫെബിയെ കലിപ്പിലാണ് ഒന്നുണ്ട്. പൊക്കോടാണോ പെൺകുട്ടി ധർമ്മിനെ പെൺകുട്ടിയെ വിളിക്കുവനെ. അങ്ങനെ നോമ്പർക്കലൊക്കെ കഴിഞ്ഞിട്ട് പോലെ എൻ്റെ റൂമിൽ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഓല് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നോട് ഇങ്ങനെ ഓല് ചോദിക്കും, ഞാൻ അവളോട് ഇങ്ങനെ പറയും. വിശേഷങ്ങൾ പറഞ്ഞാൽ പിന്നെ തീരൂലല്ലോ. ഇതാണ് കേട്ടോ അൻഷിൻ്റെ മൂത്ത താത്ത. ലീവിനെ ഈ കളിപ്പിക്കുന്ന വയലറ്റ് ഡ്രസ്സ് എടുത്ത് അപ്പുറത്താണ് കേട്ടോ അൻഷിൻ്റെ. അങ്ങനെ ഞങ്ങൾ ഓൽക്ക് ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പി ആക്കിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഇടാൻ കുറച്ച് ലേറ്റായി പോയി. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ. അതെ ഒന്ന് നല്ലോണം കടന്നു വരികയാണ് ഗൈസ്. കടന്നു വരികയാണ്. ആളുടെ മുഖം കാണില്ല. നിങ്ങളെല്ലാരും എങ്ങോട്ടാ പോണേ? വെറുതെ കാർ കിട്ടാൻ തന്നെ ഇതവിടെ കൊണ്ടിട്ട് ഞങ്ങള്